ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. ഇന്നലെ സ്വപ്നത്തിൽ ഉറക്കത്തിൽ കിട്ടിയ ഒരു വാക്കാണ് അനുഗ്രഹം ലഭിക്കാൻ എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച്, അനുഗ്രഹം അവകാശമാക്കാൻ വിഷയത്തെക്കുറിച്ച് വചനം പ്രഘോഷിക്കണമെന്ന്, ഏത് വചനങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക്, ദൈവമക്കൾക്ക് പറഞ്ഞു കൊടുക്കണമെന്നുള്ള ഒരു ബോധ്യം ഇന്നലെ സ്വപ്നത്തിൽ, അങ്ങനെ ഒരു ഇത് അപൂർവമായിട്ടൊക്കെ ഉണ്ടാകാറുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ഷെയർ ചെയ്യുകയാണ്. അനുഗ്രഹം അവകാശമാക്കാൻ എന്ത് ചെയ്യണം, ഏത് വചനങ്ങൾ പ്രാർത്ഥിക്കണം, ബൈബിളിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള, അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പരിശുദ്ധാത്മാവ് തന്ന ആ ബോധ്യങ്ങളാണ്. എല്ലാവരും അന്വേഷിക്കുന്ന കാര്യമാണ് അനുഗ്രഹം കിട്ടാൻ എന്ത് ചെയ്യണം. എന്തെല്ലാം ചെയ്തിട്ടും അനുഗ്രഹം കിട്ടുന്നില്ല. ഞങ്ങൾ അനുഗ്രഹീതരാകാൻ എന്ത് ചെയ്യണം? ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോ ശിശുക്കളെ അടുത്ത് വിളിച്ച് അനുഗ്രഹിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? മത്തായി 8:13 പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആവുന്നില്ലെങ്കിൽ സ്വർഗരാജ്യം കാണാൻ കഴിയുകയില്ല. അപ്പോൾ ശിശുക്കളെ പോലെ ആകുമ്പോൾ അതൊരു ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു വഴിയാണ്. അതുപോലെ കൈ ശോഷിച്ചവനെ അടുത്ത് വിളിച്ച് ഈശോ അനുഗ്രഹിച്ചതായിട്ട്, സുഖപ്പെടുത്തിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള, പ്രാർത്ഥിക്കാനുള്ള ഒരു വചനഭാഗം ഇതാണ്. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെ. ഇതുവരെ ഞാൻ പറഞ്ഞതും ഇനി പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വേണമെങ്കിൽ മറന്നു കളഞ്ഞേക്കാം. പക്ഷേ ഈ വചനം കാണാപ്പാടം പഠിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചെടുത്തോ, നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചോ, ഒരു കാലത്തും അവർ നശിച്ചു പോകില്ല. എഴുതിത്തരാം. കാരണം ഇത് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഞാൻ ഈ വചനം ഒരിക്കൽ വേറൊരു കുടുംബത്തിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് അവിടെ കാണാൻ വേണ്ടി വന്നിരുന്ന ആൾക്കാർ കേട്ടിട്ട് അവർ പോയി ഈ വചനം പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ അവരുടെ ഒത്തിരി തടസ്സങ്ങൾ മാറിയെന്നും പറഞ്ഞ് പിന്നീട് വന്ന് മൈക്ക് പിടിച്ച് സാക്ഷ്യപ്പെടുത്തപ്പോഴാണ് ഞാനീ പറഞ്ഞു കൊടുത്ത് വിട്ട ആളില്ല, അവർക്ക് ഇനി കൊച്ചുണ്ടാകാൻ പാടില്ല, ഉണ്ടാകണ കൊച്ചു മുഴുവൻ കുഴപ്പമായിരിക്കും, ഒരു കൊച്ചുണ്ടായി, ഉണ്ടായതിന് തന്നെ കുഴപ്പമാണ്, ഇനി ഇവർക്ക് കൊച്ചുണ്ടായാൽ ആ ഉണ്ടാവുന്നതെല്ലാം കുഴപ്പമായിരിക്കും എന്ന് ഡോക്ടർമാർ പറഞ്ഞു. രണ്ടാമത്തെ പ്രശ്നം, അവർക്ക് വീടില്ല. അപ്പോൾ പിന്നെ ഒരു ലോണിന് നടന്നിട്ടാണെങ്കിൽ അതൊന്നും ശരിയാകുന്നില്ല. പക്ഷേ ലോൺ എടുക്കാതെയും ആരോടും ഇരക്കാതെ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരു വഴികൾ തുറന്നു കിട്ടി. ദൈവം അവരെ അനുഗ്രഹിച്ചു, സമൃദ്ധിയായിട്ട് അനുഗ്രഹിച്ചു. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ തക്ക രീതിയിലെന്ന് പറഞ്ഞാൽ ഒത്തിരി അനുഗ്രഹിച്ചു. പിന്നീട് അവർക്കൊരു കുഞ്ഞും കൂടെ ഉണ്ടായപ്പോൾ അത് കളയാൻ വേണ്ടി ഡോക്ടർമാർ നിർബന്ധിച്ചു. കാരണം ഉണ്ടാകുന്ന കൊച്ച് ആദ്യത്തേനേക്കാൾ കഷ്ടമായിരിക്കും, നിങ്ങളുടെ ആ കുഴപ്പമാണ്, ഈ കുഴപ്പമാണ്, എന്തോ ബ്ലഡിൽ എന്തോ കുഴപ്പമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ദൈവത്തിൽ വിശ്വസിച്ച് ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ കൊച്ചിന് ഒരു കുഴപ്പവും ഉണ്ടായില്ലെന്ന് തന്നെയല്ല, നല്ല സ്മാർട്ട് കൊച്ച്. ആദ്യത്തെ കൊച്ചിൻ്റെ തല പോലും കട്ടിലേന്ന് പൊങ്ങാത്ത പോലത്തെ അവസ്ഥകളെല്ലാം മാറി നല്ല സ്മാർട്ടായി. ഏത് കൊച്ചിനാ കുഴപ്പം എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഒരു കൊച്ചിനെയും കൂടെ വിശ്വാസത്തോടെ സ്വീകരിച്ചപ്പോൾ മറ്റേ കുഞ്ഞിൻ്റെ അസുഖം വരെ മാറിക്കിട്ടി. അതുകൊണ്ട് ദൈവവചനം അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ കടന്നു വരുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥം, വചനങ്ങൾ പാലിക്കുന്നവരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്നു. അപ്പോൾ നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 14 വരെ ഇതിലെ ചില ഭാഗങ്ങൾ ഞാനെടുത്ത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിക്കുകയാണ്. കാരണം ഈ വചനഭാഗത്തിൽ നിയമാവർത്തനം 28:1-14 ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ് അനുഗ്രഹം, സമ്പന്നത. നമ്മൾ എന്താണോ പിന്നെയും പറയുന്നത് അത് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, റാൽ വാൽഡോ എമേഴ്സൺ എന്ന് പറഞ്ഞ തത്വചിന്തകൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ജോസഫ് മെർഫി ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വിറ്റഴിഞ്ഞ പതിപ്പുള്ള ഇംഗ്ലീഷും മലയാളമൊക്കെ ആയിട്ട് ബഹുഭാഷാ പതിപ്പുള്ള പുസ്തകം. ഇതിലെല്ലാം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മളെന്താണോ നമ്മുടെ ചിന്തയിലേക്ക് നിറക്കുന്നത് അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. എന്താണോ നമ്മൾ പറയുന്നത്, അപ്പോൾ അനുഗ്രഹം, റിച്ച്നെസ്, സമ്പന്നത, ഇതെല്ലാം ബ്ലെസ്സിങ്, ഇതെല്ലാം നമ്മൾ പറയുമ്പോൾ, ശീലമാക്കുമ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ പോലും അറിയാതെ അനുഗ്രഹത്തിൽ ഇങ്ങനെ മുങ്ങിക്കൊളിച്ച് നമ്മളൊരു അനുഗ്രഹമായി മാറും, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറും. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്ന ഭാഗമൊക്കെ ഞാൻ എടുത്ത്
പറഞ്ഞു തരാം. അപ്പോൾ ഇവിടെ നിയമാവർത്തനം 28:2 അവിടുത്തെ വചനം ശ്രവിച്ചാൽ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. നോക്കുക, അനുഗ്രഹങ്ങളെല്ലാം, ഒരനുഗ്രഹമെന്നല്ല പറയുന്നത്. ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ആൾ ജോലി, OET, കല്യാണം, വീട്, കടം, കൊച്ചുണ്ടാകണം, വിവാഹം നടക്കണം, ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യമോ ഇതിലൊന്നോ രണ്ടോ കാര്യമായിരിക്കാം. പക്ഷേ കർത്താവ് നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് ഈ ഒന്നോ രണ്ടോ കാര്യം മാത്രമല്ല. നമ്മുടെ മക്കൾക്ക് പുസ്തകത്തിൻ്റെ മേടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം, ആ ഒരു കാര്യം മാത്രമാണ്. നമ്മുടെ മക്കളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു, മക്കൾ പഠിക്കാൻ പോകുമ്പോൾ എന്തെല്ലാമാണ്, എങ്ങനെ. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ലുലു മാളിൽ പോയപ്പോൾ, ഈ അടുത്ത് പോയപ്പോൾ ഭാര്യ പറഞ്ഞു, പണ്ട് നമ്മൾ വന്നത് ഓർമ്മയില്ലേ, ചിലപ്പോൾ കടവും അല്ലെങ്കിൽ പണയം വെച്ചിട്ടൊക്കെ ആയാലും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒത്തിരി ബുദ്ധിമുട്ടിയ സമയങ്ങളുണ്ട്. അതാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വന്ന് വില കൂടുതൽ അല്ലെങ്കിൽ കൂടിയ സാധനങ്ങളൊക്കെ ഉണ്ട്, ഏറ്റവും കുറഞ്ഞതല്ല, കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നു പോയാലും നല്ല നല്ല സാധനങ്ങൾ മേടിച്ചു കൊടുക്കും. അപ്പോൾ അവിടെ വന്ന് ഈ ദിവസങ്ങളിൽ ആളുകൾ പർച്ചേസ് ചെയ്യുന്നത് കണ്ടിട്ട് ഞങ്ങളിങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കണം. അപ്പനും അമ്മയും മക്കളും കൂടെ വന്നിട്ട് അവരോരോരോ കാര്യങ്ങൾ എടുക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്കിങ്ങനെ നമ്മൾ പണ്ട് ഇതുപോലെ വരുമായിരുന്നില്ലേ. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ അനുഗ്രഹമേരി ഇളയതാണ് ഇപ്പോൾ ഡിഗ്രിക്ക് പഠിക്കാനാവുന്നത്. അവരുടെ +2 കഴിഞ്ഞ് പഠനത്തിൻ്റെ സമയം, അഡ്മിഷൻ്റെ കാര്യമൊക്കെ ആയി വന്നേ ഉള്ളൂ. അപ്പോൾ അതും വേണം, പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ മേടിക്കണം. പക്ഷേ ഞങ്ങളിങ്ങനെ കൗതുകത്തോടെ കണ്ട സ്കൂൾ തുറക്കുമ്പോൾ അതിന് മുമ്പുള്ള മാതാപിതാക്കൾ എന്തെല്ലാം മോടിയായി എന്തെല്ലാം വില കൂടിയ സാധനങ്ങളാണ് അവർക്ക് മേടിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ആ ബാല്യകാലം ഓർക്കും. ഒരു പെൻസിലുണ്ടെങ്കിൽ അത് 2ആക്കി, ഒരു കഷ്ണം അനിയനും ഒരു കഷ്ണം ചേട്ടനും, ഒരു സ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതുന്ന അങ്ങനത്തെ ഒരു അവസ്ഥകളാണ്. ഇന്ന് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ വചനം പറയുന്നത് നമ്മൾ മക്കൾക്ക് എല്ലാ നല്ലതും കൊടുത്ത് അവരെ മിടുക്കരായിട്ട് വിടാൻ ആഗ്രഹിക്കുന്നത് പോലെ അവിടുന്ന് ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ. ഇത് കേൾക്കുമ്പോൾ ചിലരുടെ തലയിൽ കിടക്കുന്ന ഇത് വിധിയാണ്, ശാപമാണ്. ഞങ്ങളുടെ കുടുംബത്തിന് പണ്ട് മുതലേ ഉയർച്ചയില്ല, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇത്രയായില്ലേ, ഇത്രയും വയസ്സായില്ലേ, ഇത്രയും വർഷമായില്ലേ, ഇവിടെ 7 വർഷമായിട്ട് ജോലി കിട്ടാത്ത എക്സ്പീരിയൻസ്, 7 വർഷം ബ്രേക്കായി. MBA വന്നു, അതുപോലെ ഒരു ബിടെക്കുകാരൻ വന്നു, എഴുതി തോറ്റു തുന്നം പാടി കെട്ടുപോലെ അവസാനം ജയിച്ചെടുത്തു. ഇനി എവിടെ കിട്ടാനാ? ഇന്ന് നല്ല നിലയിൽ, ഇവരൊക്കെ നല്ല നിലയിൽ ജോലി എടുക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ വരെ, അമേരിക്കൻ കമ്പനിയിൽ വരെ ജോലി കിട്ടി. വിശ്വസിക്കണം, ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ ഡിമാൻഡ്സുകളല്ല, ദൈവത്തിൻ്റെ കൃപയാണ് ഇതിനെല്ലാം. അപ്പോൾ ഈ അനുഗ്രഹങ്ങളെല്ലാം നിൻ്റെ മേൽ ചൊരിയും. നഗരത്തിലും വയലിലും നീ അനുഗ്രഹീതനായിരിക്കും. നീ എന്ന് പറയുമ്പോൾ ഇവിടെ ആരാ? ഞാൻ. അപ്പോൾ നമ്മൾ ഈ വചനം പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അനുഗ്രഹീതനായിരിക്കും. നിൻ്റെ സന്തതികളും വിളവുകളും മൃഗങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും ആട്ടിൻപറ്റവും അനുഗ്രഹിക്കപ്പെടും. നോക്കിയേ, ഒരാൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അയാളുടെ വീട്, അയാളുടെ മക്കൾ, അയാളുടെ വിളവുകൾ, മൃഗങ്ങൾ, പിന്നെ അതുപോലെ കന്നുകാലിക്കൂട്ടങ്ങൾ, ആട്ടിൻപറ്റം, ഇതെല്ലാം ഒരാൾക്ക് അയാളുടെ കോമ്പൗണ്ടിൽ, അയാളുടെ കുടുംബത്തിൽ, അയാളുടെ സ്വത്ത്, സമ്പത്ത്, വരുമാന മാർഗങ്ങൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം ദൈവം. ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെടുമ്പോൾ അവൻ്റെ മേലുള്ള എല്ലാറ്റിൻ്റെയും മേൽ ബ്ലെസ്സിങ് വരും. ചിലർ പറയും എന്ത് ചെയ്തിട്ടും ഒരു ഉയർച്ചയില്ല, ഒരു ബ്ലെസ്സിങ് ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ആർക്കെങ്കിലും കൊടുക്കാനുള്ളത് പിടിച്ചു വെച്ചിട്ടുണ്ടോ? കൂടപ്പറപ്പങ്ങളെ ഓഹരിയിൽ പറ്റിച്ചിട്ടുണ്ടോ? തറവാട്ടിൽ, കുടുംബത്തിൽ കൂടപ്പറപ്പങ്ങളെ കയറ്റാത്ത അവസ്ഥയാണോ? ഒരു പെസഹാവാഴം വന്നാൽ പോലും അപ്പം മുറിച്ചൊന്ന് പങ്കിടാത്ത അവസ്ഥയാണോ? കാരണവന്മാരുടെ അടിയന്തരവും ആവശ്യവും ആഘോഷവും വന്നാൽ സ്വന്തം രക്തബന്ധത്തെ മാറ്റി നിർത്തി അന്യരെ ആളാക്കിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പറയുക പോലും ചെയ്യാത്ത അവസ്ഥയാണോ? അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. മറ്റുള്ളവരുടെ കണ്ണുനീര് നമുക്കെതിരെ എതിർ സാക്ഷ്യങ്ങളായിട്ട് കിടപ്പുണ്ടോ? മാതാപിതാക്കളുടെ നൊമ്പരങ്ങൾ കിടപ്പുണ്ടോ? അല്ലെങ്കിൽ തട്ടിച്ചെടുത്തതോ പിടിച്ചു പറിച്ചതോ, സഗറിയ 5:3-4 പറയുന്ന പോലെ കള്ളൻ്റെയും കൊള്ളക്കാരൻ്റെയും ഭവനത്തിലേക്ക് അയക്കുന്ന ശാപത്തിൻ്റെ ചുരുൾ അവിടെ കിടന്നത് തുരക്കും. കല്ലും മണ്ണും പുല്ലും എല്ലും എല്ലാം ദ്രവിപ്പിച്ച് കളയും. നമ്മുടെ കുടുംബത്തിലെ അവസ്ഥ ഇതുപോലെ. ഓടിക്കോ ഒരു കൗൺസിലിങ്ങിലേക്ക്, കുമ്പസാരത്തിലേക്ക് ഓടിക്കോ, അല്ലെങ്കിൽ വേഗം പോയി ഒരു ധ്യാനം കൂട്. വേറെ കുറേ ധ്യാനം കൂടിയവരായിരിക്കാം, മടുത്തിരിക്കുന്നവരുണ്ട്. കാരണം തുറന്നു കൊടുക്കാത്ത, വിട്ടുകൊടുക്കാത്ത, പരിഹാരം ചെയ്യാത്ത മേഖലകളുണ്ടെങ്കിൽ എന്ത് ധ്യാനം കൂടിയിട്ട് ഒരു കാര്യമില്ല. അത് ധ്യാനത്തിൻ്റെ കുഴപ്പമല്ല, കല്ല് പോലെ ഇരിക്കും. ചിലരിങ്ങനെ ഹൃദയം കഠിനമായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരാൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അയാളുടെ കുടുംബം മുഴുവനും, അയാളുടെ മൃഗങ്ങളും കോമ്പൗണ്ടും വൃക്ഷതല ജാതികളും
പുഷ്പങ്ങളും ചെടികളും വളർത്തുമൃഗങ്ങളും വിദേശത്ത് പോയിരിക്കുന്ന മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അവിടെ എല്ലാം ഒരു വരൾച്ച, കുഞ്ഞുണ്ടാവുന്നില്ല, കല്യാണം നടക്കുന്നില്ല. ഇതാ അനുഗ്രഹത്തിനെതിരായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ തലമുറയിൽ വീണ് കിടക്കുന്നുണ്ടോ? ശാപമാണോ കിടക്കുന്നത്? എന്ത് ചെയ്താലും തടസ്സം, എന്തിനിറങ്ങിയാലും തടസ്സം പറയുന്ന അവസ്ഥ, വീട്ടിൽ തന്നെ മുറിയിൽ തന്നെ ഒതുങ്ങിക്കുടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, ഒന്നിലും നന്മ കാണാൻ. പിന്നെ സ്പിരിച്വാലിറ്റി, ആത്മീയതയോടുള്ള അറപ്പ്, വെറുപ്പ്, പൊട്ടിത്തെറി, ദേഷ്യം, ആത്മീയ മേഖലയിലുള്ളവരെ പോലും തരം താഴ്ത്തുന്ന, ആക്രമിക്കുന്ന സ്വഭാവങ്ങൾ. അപ്പോൾ അതൊക്കെ അനുഗ്രഹത്തിന് തടസ്സങ്ങളാണ്. വീണ്ടും വചനം പറയുന്നു, നിൻ്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. ഇന്ന് നല്ല ഭക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും, വരുമാനം ഉണ്ടെങ്കിൽ പോലും ഒന്നും വായിന്ന് ഇറക്കാൻ പറ്റാത്ത, ഇറങ്ങാത്ത അവസ്ഥ, പേര് പറയാൻ കൊള്ളാത്ത രോഗങ്ങൾ, അതിൻ്റെ നിയമങ്ങൾ, അത് കഴിച്ചുകൂടാ, ഇത് കഴിച്ചുകൂടാ, അത് കൂടും, ഇത് കൂടും, അപ്പടി പ്രശ്നം. ഒരു സമയത്ത് ഇല്ലാഞ്ഞിട്ടായിരുന്നു, ഉണ്ടായപ്പോൾ ഒന്നും അനുഭവിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നിൻ്റെ അന്നേപ്പത്തിൻ്റെ വഴികൾ, നിൻ്റെ അടുക്കള അനുഗ്രഹിക്കപ്പെടും. അടുക്കള ശരിയല്ല എന്നിട്ടാണെന്ന് പറയുന്ന പോലെ നിൻ്റെ അടുക്കള അനുഗ്രഹിക്കപ്പെടും. വീട്ടിലുണ്ടാക്കുന്നത് വേണ്ട, പുറത്തുള്ളത് മതി. അപ്പോൾ ഒരു ബ്ലെസ്സിങ് ഉണ്ടാകണം. വിശുദ്ധ ബ്രദർ ലോറൻസിൻ്റെ ജീവിതത്തിൽ കാണുന്നുണ്ട്. ഇതാ അദ്ദേഹം ഉണ്ടാക്കുന്നതെല്ലാം കഴിച്ച് പലർക്ക് രോഗശാന്തികൾ കിട്ടും. കുശിനിപ്പണിയൊക്കെ ചെയ്ത് ഒരു വിശുദ്ധിയോടെ ജീവിച്ച നമ്മുടെയൊക്കെ അടുക്കളയിലൊക്കെ നമ്മൾ ജോലി എടുക്കാൻ തുടങ്ങിയിട്ട് പലർക്കും മട്ടിപ്പ, ഭക്ഷണമെല്ലാം വേസ്റ്റ്. എന്തോരം ഭക്ഷണമാണെന്ന് പല വീടുകളിലും വേസ്റ്റാക്കി കളയുന്നത്. നമ്മൾ വിശപ്പിൻ്റെ വെളിയെന്ന് പറഞ്ഞാൽ തെരുവിൽ അലയുന്നവർക്കുള്ളൊരു ഭക്ഷണ വിതരണ ശുശ്രൂഷയുണ്ട്. അപ്പോൾ ഭക്ഷണപ്പൊതികളും കൊണ്ട് ചെല്ലുമ്പോൾ ആർത്തി പിടിച്ച് വഴിയരികി കിടക്കുന്നവർ ഒരു ഭക്ഷണപ്പൊതി തിന്നിട്ട് അപ്പം തന്നെ വീണ്ടും അടുത്തത് മേടിച്ച് നമ്മുടെ മുമ്പിൽ ഇരുന്ന് തന്നെ തിന്നും. ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന എന്തോരം മനുഷ്യരുണ്ടെന്ന് അറിയാമോ? അതുകൊണ്ട് പങ്കുവെക്കുന്ന സ്നേഹത്തിലേക്കൂടെ കടന്നു വരണം. അപ്പോൾ അനുഗ്രഹിക്കപ്പെടും സകല പ്രവൃത്തികളിൽ. നീ എന്തിനെല്ലാം പോയാലും, പ്രാർത്ഥന ഗ്രൂപ്പിൽ പോയാലും, ധ്യാനത്തിന് പോയാലും, പ്രേക്ഷിത വേലക്ക് പോയാലും, ജോലി ചെയ്താലും അനുഗ്രഹിക്കപ്പെടുമെന്ന് വചനം പറയുകയാണ്. അനുഗ്രഹീതനായിരിക്കും. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താ? എന്തിനു പോയാലും ചിലരൊക്കെ പറയും ഒരു കെട്ടാണ്, ഒരു ബന്ധനമാണ്. യോഹന്നാൻ 11:44 അവൻ്റെ കെട്ടുകൾ അഴിക്കുക. അപ്പോൾ കെട്ടുകൾ അഴിയാതിരിക്കുന്ന കാരണം നമ്മുടെ തന്നെ കാരണമാണോ അതോ മറ്റ് കാരണമാണോ? യോഹന്നാൻ 9:3 പറയുന്നുണ്ട്, ആരുടെയും പാപം മൂലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകാൻ വേണ്ടിയാണ് ഇവൻ ഇങ്ങനെ ജനിച്ചതെന്ന് അന്ധനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ പിറവിക്കുരുടനെ അവർ കുറിച്ച് ആരുടെയോ പാപം, പൂർവികരുടെ പാപമാണ്. യേശു പറഞ്ഞ് അതല്ല. അപ്പോൾ അങ്ങനെയും ഉണ്ടാകാം. പക്ഷേ എസെക്കിയേൽ 18 പറയുന്നുണ്ട്, അപ്പം പച്ചമുന്തിരി തിന്നാൽ മോൻ്റെ പല്ല് വിളിക്കില്ല, മോനും പച്ചമുന്തിരി തിന്നാലേ മോൻ്റെ പല്ല് വിളിക്കും. അതുകൊണ്ട് എല്ലാത്തിനും പൂർവികവും ശാപവും പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കണ്ട. അതുപോലെ ശാപം കടന്നു വരുന്ന വഴികളുണ്ടെങ്കിൽ ആ കെട്ടുകളൊക്കെ പൊട്ടിക്കണം. സാത്താന് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും കടന്നു വരാൻ ചാലൊരുക്കുന്ന വഴികൾ, ശാപത്തിൻ്റെ വഴികളുണ്ടോ? തെറ്റായ വരുമാന മാർഗമുണ്ടോ? ആഭിചാര പ്രവൃത്തികളുണ്ടോ? ഒന്നാം പ്രമാണത്തിനെതിരായ ലംഘനമുണ്ടോ? ജഡിക പാവങ്ങളുണ്ടോ? തെറ്റായ ചിന്തകളും തെറ്റായ ജീവിത രീതികളുണ്ടോ? ഒന്നും വേണ്ട. പ്രാർത്ഥനയില്ലാത്ത, ദൈവത്തെ ആരാധിക്കാത്ത അവസ്ഥയാണോ നമ്മുടെ ജീവിതത്തിൽ? കാരണം നിയമാർത്ഥന 28:47 പറയുന്നുണ്ട്, എല്ലാത്തിലും സമൃദ്ധി ഉണ്ട്, അപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നിൻ്റെ ദൈവമായ കർത്താവിന് നീ ശുശ്രൂഷ ചെയ്തില്ല. 47-48 നിയമാവർത്തന 28. അതിനാൽ കർത്താവ് നിനക്കെതിരെ അയക്കുന്ന ശത്രുക്കൾക്ക് വേണ്ടി നീ വിശപ്പും ദാഹവും നഗ്നതയും പരമദാരിദ്ര്യവും സഹിച്ചുകൊണ്ട് വേല ചെയ്യും. നീ നശിക്കുന്നതുവരെ അവിടുന്ന് നിൻ്റെ കഴുത്തിൽ ഇരുമ്പ് നുകം വെക്കും. അപ്പോൾ ദൈവത്തെ ആരാധിക്കാത്തതാണ്. ചിലർ പറയും അത് ചെയ്യുന്നില്ല, ഇത് ചെയ്യുന്നില്ല, ഞങ്ങൾ ആരെയും പറ്റിക്കുന്നില്ല, സ്വന്തം കാര്യം നോക്കുന്നു. പക്ഷേ അവരുടെ കെട്ടെന്താണെന്ന് വചനം പറഞ്ഞു തരികയാണ്. എല്ലാത്തിലും സമൃദ്ധി ഉണ്ടായപ്പോൾ തികഞ്ഞ ആഹ്ലാദത്തോടെ നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ശുശ്രൂഷ ചെയ്തില്ല. ചുരുണ്ടു കൂടിക്കിടന്ന് ഒന്നും കൂടെ പതുപ്പം വലിച്ചിട്ട് ഉറങ്ങി. ഞായറാഴ്ചയാണെന്ന് ഓർത്തില്ല. വിരുന്നുകാർ വന്നെന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചില്ല. അല്ലെങ്കിൽ സൗകര്യമുള്ളപ്പോൾ മാത്രം പ്രാർത്ഥിച്ച്. ഒരു ചിട്ടയായ പ്രാർത്ഥനാ ടൈം ടേബിൾ പ്രോസസ്സ് ജീവിതത്തിൽ ക്രമീകരിച്ചില്ല. നമുക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും ശ്വാസോച്ഛ്വാസം എടുക്കാതിരിക്കാൻ പറ്റുമോ? അതിനേക്കാൾ പ്രാധാന്യമാണ് ശ്വാസോച്ഛ്വാസത്തിൻ്റെ ആവർത്തനക്ഷമതയേക്കാൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അത് വ്യക്തിപരമായ പ്രാർത്ഥന, കൂട്ടായ്മ പ്രാർത്ഥന. ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ പരിഹാരവും പ്രാർത്ഥനയാണ്. വിശുദ്ധ കുർബാന. കൂട്ടായ്മ വേണം, വ്യക്തിപരമായ പ്രാർത്ഥന വേണം, അതുപോലെ വിശുദ്ധ കുർബാന. ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലെങ്കിലും ഒരു കൂട്ടായ്മയിലൊക്കെ പോയി പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയ വചനം കത്തി മൂർച്ച വെച്ചെടുക്കുന്നത് പോലെ, എന്തോരം ഉപയോഗിച്ചാലും അത് മൂർച്ച വെച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ അത്
ആയാസരഹിതമായി തീരും. ഇതുപോലെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ വേണം. ഒരു 3 മാസമോ 6 മാസമോ കൂടുമ്പോൾ ഒരു ധ്യാനം കൂടി ആന്തരിക സൗഖ്യം അല്ലെങ്കിൽ തിരുരക്താഭിഷേകം, തപസ് ധ്യാനം, ഇങ്ങനെയൊക്കെ ധ്യാനങ്ങളുണ്ട്. ധ്യാനം കൂടി ഒന്ന് ഒരു റിന്യൂവൽ, ഒരു പുതുക്കി പണിയപ്പെടൽ ഉണ്ടാകും. നമ്മൾ ഉപയോഗിക്കുന്ന വീട് നമ്മൾ പുതുക്കും, മെയിൻ്റെനൻസ് ചെയ്യും, പെയിൻറ്റ് ചെയ്യും. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമ്മൾ സർവീസ് ചെയ്യും, അല്ലേ, ഓയിൽ ചേഞ്ച് ചെയ്യും, റീകണ്ടീഷൻ ചെയ്യും. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു പുതുക്കി പണിയപ്പെടൽ ഉണ്ടാകണം. വീണ്ടും ഇവിടെ പറയുന്നു, നിയമാവർത്തനം 28:8 നിൻ്റെ കളപ്പുരകളിലും നിൻ്റെ പ്രയത്നങ്ങളിലും കർത്താവ് അനുഗ്രഹം വർഷിക്കും. നിയമാവർത്തനം 28:12 കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിൻ്റെ ദേശത്ത് തക്ക സമയത്ത് മഴ പെയ്ച്ച് നിൻ്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. ഒരു വിശ്വാസി ഉള്ള ദേശം, നാട്, ഇടവക, കുടുംബ യൂണിറ്റ് എല്ലാം അനുഗ്രഹിക്കപ്പെടും. അവരെല്ലാം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇടവക ശരിയല്ല, വികാരിയച്ഛൻ ശരിയല്ല, സിസ്റ്റർമാർ ശരിയല്ല, പ്രേക്ഷിതർ ശരിയല്ല എന്ന് പറയുന്ന എതിർ തർക്ക ചിന്താഗതിയാണോ നിനക്കുള്ളത്? അതോ അവർ തന്നെ പറയണേ നീ ഒരു അനുഗ്രഹമാണെന്ന്? ഇതാ ഒരു നീതിമാൻ പെട്ടപ്പോൾ ദേശം മുഴുവൻ ദുരിതത്തിലായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ജോസഫിൻ്റെ കഥ. ഇതാ ജോസഫിലൂടെ ആ ദേശം പിന്നീട് അനുഗ്രഹിക്കപ്പെട്ടതായിട്ട് വരൾച്ചയും ക്ഷാമവും വന്നപ്പോൾ ആ ദൈവദാസനിലൂടെ നാടിൻ്റെ, കുടുംബത്തിൻ്റെ ക്ഷാമം മാറ്റുന്ന, അവർക്ക് മാനസാന്തരം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ശക്തി നമ്മൾ കാണുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹിക്കാനാണ്. അനുഗ്രഹിക്കുക എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. എല്ലാ പ്രയത്നങ്ങളിലും നിൻ്റെ എല്ലാ പ്രയത്നങ്ങളിലും അനുഗ്രഹിക്കും. നിയമാവർത്തനം 28:12 ഇന്ന് കടം മാറിയിട്ട് നേരമില്ല. വീണ്ടും പറയുന്നുണ്ട് നിയമാവർത്തനം 28:13 കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ഇന്ന് പലരുടെ അവസ്ഥ എങ്ങനെ എന്തുണ്ട്, തട്ടിമുട്ടിയും പോണ്. ഇതാ വർഷം കുറേ ആയി, പ്രായമായി, എന്നിട്ടും ഒരു ഉയർച്ചയില്ല, കടം മാറുന്നില്ല, ഒരു പുരോഗതിയില്ല. വചനം പറയുന്നു ഇതിൻ്റെ അറ്റത്തെ കാര്യമാണ്. എന്ത് വേണം? നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വചനം പറയുന്നു കർത്താവിൻ്റെ വചനം പാലിക്കുമെങ്കിൽ, കർത്താവിൻ്റെ കൽപ്പനകൾ അവ ശ്രദ്ധാപൂർവം പാലിക്കാം. കളിയാക്കിയേക്കാം, കമൻറ്റ് പറഞ്ഞേക്കാം, പുത്തൻ ക്രിസ്ത്യാനി എന്ന് പറയാം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് ഇത്തിരി ഓവറാണെന്ന് പറയും. പറഞ്ഞോട്ടെ, അവ ശ്രദ്ധാപൂർവം പാലിക്കണം. അതാണ് പ്രത്യേകത. വെറുതെ പാലിച്ചാൽ പോരാ. കർത്താവിൻ്റെ വചനം ശ്രദ്ധാപൂർവം പാലിച്ചാൽ അവിടെ നിന്ന് എന്ത് ചെയ്യും? നമ്മളെ അനുഗ്രഹിക്കും. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്നുണ്ട് അബ്രഹത്തിന് കൊടുത്ത 7 അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ. ഇതാ അബ്രഹാമിനെ വിളിക്കുന്നു. ഉൽപ്പത്തി 12:1 മുതൽ ഉള്ള വാക്യങ്ങളാണ്, 3 വരെയുള്ള വാക്യങ്ങൾ. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണെങ്കിലും 7 അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഇതിലൂടെ പറയുകയാണ്. ഉൽപ്പത്തി 12:1 കർത്താവ് അബ്രഹാമിനോട് അരുളി ചെയ്തു, നിൻ്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകും. ഇതിൻ്റെ അർത്ഥം എന്താ? എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന വിളി ആകണമെന്നില്ല എൻ്റെ അപ്പനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ അയൽവാസികൾക്കോ അല്ലെങ്കിൽ കൂടെ ജോലിയെടുക്കുന്നവർക്കോ പഠിക്കുന്നവർക്കോ കിട്ടുന്നത്. അതുകൊണ്ട് അവർക്ക് നമ്മളെ അതുപോലെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ സപ്പോർട്ട് ചെയ്യാനോ സാധിച്ചെന്ന് വരില്ല. സ്വന്തം ജീവിത പങ്കാളിക്ക് പോലും ചിലപ്പോൾ ജീവിത പങ്കാളിയിൽ നിന്ന് പോലും ഉണ്ടാകാത്ത അവസ്ഥകളുണ്ടാകും. സപ്പോർട്ട് കിട്ടാത്ത, ആത്മീയത എതിർക്കുന്ന, അല്ലെങ്കിൽ പ്രതിസന്ധികൾ നേരിടുന്ന മക്കൾ പോലും പുച്ഛിച്ചേക്കാം. മക്കളാകാം, മരുമക്കളാകാം, കൂടപ്പറപ്പങ്ങളാകാം, അയൽവാസിയാകാം. അബ്രഹാമിനെ ദൈവം ഇവയിൽ നിന്നെല്ലാം വേറിട്ട്, എന്നാൽ അവരെയൊക്കെ വിട്ടിട്ട് നീ വാടക അല്ലെങ്കിൽ വേറെ വീട് മേടിച്ച് താമസിക്കണം, അങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ എവിടെ ദൈവം നമ്മളെ നട്ടോ അവിടെ പുഷ്പിക്കുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. രണ്ടാമത്തെ കാര്യം നിന്നെ ഞാൻ അനുഗ്രഹിക്കും. 3-ാമത്തെ കാര്യം നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും. 4-ാമത്തെ കാര്യം അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. 5-ാമത്തെ കാര്യം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. 6-ാമത്തെ കാര്യം നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. 7-ാമത്തെ കാര്യം നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ഞാനൊരു അനുഗ്രഹമാണോ? ഇത് അനുഗ്രഹമായി തീരുന്നതിന് വേണ്ടി 7 അനുഗ്രഹങ്ങൾ അബ്രഹത്തിന് ദൈവം നൽകിയതുപോലെ അബ്രഹത്തിന് കിട്ടിയ അതേ അനുഗ്രഹങ്ങളിലേക്കാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ചിലർക്കൊക്കെ സംശയമാണ്, അബ്രഹത്തിന്
അബ്രഹത്തിന് കിട്ടിയ അനുഗ്രഹം എനിക്ക് കിട്ടുമോ? അബ്രഹത്തിന് കിട്ടിയ അതേ അനുഗ്രഹത്തിലേക്കാണ് ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത്. അനുഗ്രഹിക്കുക എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അനുഗ്രഹിക്കുക എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അനുഗ്രഹിക്കാതെ അവിടുന്ന് എന്നെയും നിങ്ങളെയും വിടുകയില്ല. ഈ ബോധ്യം എനിക്കും നിങ്ങൾക്കുമുണ്ടോ? എനിക്കൊരു സഹോദരനെ അറിയാം, ആരെ കണ്ടാലും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറയാതെ ആ മനുഷ്യൻ ഏത് കാര്യത്തിന് ചെന്നാലും, ആത്മീയ കാര്യമായാലും അല്ലാത്ത കാര്യമായാലും ദൈവം കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ യാത്രയുള്ളൂ. അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ വരുമ്പോൾ തന്നെ പറയും, കൈ പിടിച്ചിട്ട് പറയും കർത്താവ്. എനിക്കൊരച്ഛനെ അറിയാം, ആരെ കണ്ടാൽ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറയും. വളരെ ആത്മീയതയുടെ ഉന്നതിയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. ആരെ കണ്ടാലും കർത്താവ് അനുഗ്രഹിക്കും. നമുക്കിതൊരു ശീലമാക്കാം. എന്തോരം പാഴ്വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാണക്കേടൊന്നും വിചാരിക്കണ്ട, ഒന്നും കൊടുക്കണ്ട, പൈസ ഒന്നും ചിലവില്ല. പിന്നെന്താ, ആരെ കാണുമ്പോഴും ഒന്ന് കണ്ടുമുട്ടുമ്പോൾ വട്ടാണെന്ന് പറയരുത്. അവസരോചിതമായിട്ട് ഒന്ന് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് കൈപിടിച്ചിട്ട് കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് പറഞ്ഞ് അതിശയോക്തി നിറഞ്ഞ് കണ്ടുമുട്ടുമ്പോൾ വേറെ എന്തെല്ലാം ലോകത്തിൻ്റെ വചനങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്നിൽ ജനതകളെല്ലാം അനുഗ്രഹീതരാകും എന്ന സദ്വാർത്ത നേരത്തെ തന്നെ അബ്രഹത്തെ അറിയിച്ചിട്ടുണ്ട്. ഇനി വന്ന കാര്യം ശ്രദ്ധിച്ചോണം കേട്ടോ. അബ്രഹത്തിന് കൊടുത്ത ഉൽപ്പത്തി 12, 1 മുതൽ 3 വരെ വചനം ഇന്ന് തൊട്ട് നമ്മുടേതായിട്ട് പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞ നിയമാർത്ഥന 28, 1, 14 തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം അടിമുടി മാറും. ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണേ, അല്ലെങ്കിൽ ഒന്ന് കമൻസ് ഇട്ടേക്കണേ, ഇല്ലെങ്കിൽ വാട്സാപ്പിൽ വന്നാലും മതി. സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ഇടയാകും എന്ന് പറഞ്ഞാൽ ഓടി കണ്ട് ഷൈജു ബ്രദർ പറഞ്ഞപ്പോൾ തന്നെ നിയമാർത്ഥന 28, ഉൽപ്പത്തി 1 അങ്ങോട്ട് വായിച്ചപ്പം തന്നെ പൊട്ടിമുളച്ച് വന്നതുപോലെ അങ്ങനെ ആകണമെന്നില്ല. അങ്ങനെ സംഭവിക്കാം. ദൈവത്തിന് എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ അറിയാം. ചിലത് ഒരു പ്രോസസ്സാണ്. നമുക്കറിയാം, എന്തോരം പ്രാർത്ഥിച്ചാലും 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റ് 9 വിനാഴിക അല്ലേ. ഞാൻ പ്രസവത്തിൻ്റെ കാര്യം പറഞ്ഞ ഒരു ഗർഭിണിയുടെ അതിന് മുമ്പേ 7-ാം മാസം 6-ാം മാസം പ്രസവിച്ച വെൻറ്റിലേറ്ററിൽ വെക്കണം, ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ. ഒത്തിരി പ്രശ്നമാണ് വളർച്ച പൂർത്തിയാവുന്നത് വരെ, എന്നാലും പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലെ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു എളിമ നമുക്കുണ്ടാവണം. ഇടിച്ചു പൊളിച്ച് നമുക്ക് തിരക്ക് കൂടുതലാണെങ്കിലും അപ്പം തന്നെ ദൈവത്തെയും തള്ളി പറഞ്ഞു വീണ്ടും അടുത്ത സ്ഥലത്തോടി ധ്യാനകേന്ദ്രത്തെ ശപിക്കുന്നു, അച്ഛന്മാരെ തള്ളിപ്പറയുന്നു, ആത്മീയ ഗുരുക്കന്മാരാ കരി തേച്ച് കാണിക്കുന്നു. അതൊന്നും നല്ല സ്വഭാവമല്ല. അപ്പോൾ ഈ വചനം ശ്രദ്ധിച്ചോണേ. ഗലാത്യർ 3:9 ആകയാൽ വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. അബ്രഹത്തിന് കിട്ടിയ ഈ 7 അനുഗ്രഹങ്ങളും അബ്രഹാം ദൈവവചനം എങ്ങനെ പാലിച്ചോ അതുപോലെ പാലിച്ചാൽ ഇതൊരു സീക്രട്ടാണ്. അധികം നിങ്ങൾ എങ്ങും കേട്ടിട്ടുണ്ടാകാനൊരു സാധ്യത ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കമൻസ് അയച്ചേക്കണം കേട്ടോ. അപ്പോൾ എനിക്കതൊരു മോട്ടിവേഷനാകും. കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിശ്വാസികൾ അബ്രഹത്തെ പോലെ, അബ്രഹത്തിന് കിട്ടിയ അനുഗ്രഹം പോലെ തന്നെ ഗലാത്യർ 3:9 വിശ്വാസമുള്ളവർ, ശ്രദ്ധിക്കേണ്ട കാര്യം വിശ്വാസം വേണം. അബ്രഹത്തെ പോലത്തെ ഉറച്ച വിശ്വാസം വേണം. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹത്തോടൊത്ത് അതുപോലെ തന്നെ അനുഗ്രഹം പ്രാപിക്കുന്നു. അവിടെ കണ്ടേ അനുഗ്രഹം എന്ന വാക്കാണ്. അപ്പോൾ ഞാൻ ഈ വചനം പറയാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ ഇതൊന്നും എൻ്റെ വായിലോ നാവിലോ ഇല്ല. വേറൊരു നോട്ടും എൻ്റെ കയ്യിലില്ല. വിശുദ്ധ ഗ്രന്ഥം ബൈബിള് മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. പക്ഷേ ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തരും. അപ്പോൾ അബ്രഹത്തെ പോലെ ദൈവം അനുഗ്രഹിക്കും. അവിടെ പറയുന്ന കാര്യം ഒന്നുകൂടെ ശ്രദ്ധിച്ചോണം. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിൻ്റെ പേര് ഞാൻ മഹത്വമാക്കും, അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. പിന്നെ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതരാകും. ഞാൻ ഇരിക്കുന്നതിൻ്റെ അരികിൽ തന്നെ കോക്ടെയിലിൻ്റെ വീട്ടിൽ വളർത്തുന്ന കിളി ഇരിപ്പുണ്ട്. കിളിയുടെ സ്വഭാവം ഉണ്ട്. എന്താ, ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ ഒച്ചയും പാട്ടൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് അവരുടെ സ്വഭാവമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാനിങ്ങനെ പറയുമോ എന്ത് കഷ്ടമാണ് ഈ കിളികൾ. അപ്പോൾ എൻ്റെ ഭാര്യ പറയും അതുങ്ങൾക്ക് ഒച്ച എടുക്കണ്ടേന്ന് പറയും. അത് അവരുടെ സ്വഭാവമാണ്. അപ്പോൾ വിശ്വാസി എന്ത് സ്വഭാവക്കാരനാകണം? അനുഗ്രഹീതനാകണം, അനുഗ്രഹിക്കുന്നവനായിത്തീരണം. അപ്പോൾ 1 പത്രോസ് 3:9 ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. നിയമാർത്ഥന 28 അനുഗ്രഹം 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 ഊണിലുറക്കത്തിൽ ഇതൊന്ന് കാണാപ്പാടം പഠിച്ചെടുത്തോ, നിങ്ങളൊരു അനുഗ്രഹമായി മാറും. ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. ഇൻഷുറൻസ് എടുത്താൽ മാത്രം പോരെ, എന്ത് ചെയ്യണം?
ക്ലെയിം ചെയ്യണം. ക്ലെയിം ചെയ്താലേ അത് കിട്ടും. കമ്പനിയെ അറിയിക്കണം. അതിൻ്റെ ബില്ലുകളും രേഖകളെല്ലാം അയച്ചു കൊടുത്താലാണ് ആ എടുത്ത ഇപ്പോൾ 1 ലക്ഷമാണെങ്കിൽ ആ ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ ക്ലെയിം വന്നാൽ ക്ലെയിം ചെയ്യണം. ഇതുപോലെ തന്നെയാണ് അനുഗ്രഹം അവകാശമാക്കണം, അനുഗ്രഹം സ്വന്തമാക്കണം, അനുഗ്രഹം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. വിശ്വാസിയെ പോലെ പെരുമാറണം, അബ്രഹത്തിനെ പോലെ പെരുമാറണം. അബ്രഹാം കടന്നു പോകാത്ത പ്രതിസന്ധി വല്ലതും ഉണ്ടോ? നാടും വീടും സ്വന്തം ജനവും എല്ലാവരും വിട്ടിട്ട് പോയപ്പോൾ ഓർത്ത് നോക്കി. ഇപ്പം ഞാൻ താമസിക്കുന്ന ഈ ചളിക്കോട്ട എന്ന സ്ഥലത്ത് ഞാൻ വന്നിട്ട് 19 കൊല്ലമായി. ഇപ്പോഴും വരുത്തന്നും പറഞ്ഞിരിക്കുന്നത് ഞാനിരിക്കണമല്ല. അങ്ങനത്തെ പല പ്രതിസന്ധികൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചിലരൊക്കെ പറഞ്ഞ്, ബ്രദറെ ഞങ്ങൾ 34 കൊല്ലമായി നാട്ടിൽ നിന്ന് വന്ന് താമസിക്കണം, ഇപ്പോഴും ഞങ്ങളാണ്. അപ്പോൾ അബ്രഹാം അനുഭവിച്ചത് അന്നത്തെ പരിഷ്കാരമില്ലാത്ത കാലഘട്ടത്തിലാണ്. ഒരപരിചിതം വന്ന ആൾക്കാർ ഉപദ്രവിക്കും, കല്ലെറിയും, അയാളെ ജോലിക്കൊന്നും വിളിക്കില്ല, അയാളെ പരിഹസിക്കും. പിന്നെ എന്തെല്ലാം പ്രതിസന്ധികൾ ദൈവം അബ്രഹത്തെ വിളിച്ചപ്പോൾ അബ്രഹാം നേരിട്ട് കാണും എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഒരുപാട് പ്രതിസന്ധികൾ വിശ്വാസ ജീവിതത്തെ പ്രതി അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ദൈവം അബ്രഹത്തെ പരീക്ഷിച്ചപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഞാൻ ഓർത്തിട്ടുണ്ട്. 1 പത്രോസ് 3:9 കൺക്ലൂഡ് ചെയ്യുകയാണ്. തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനവും പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ 2 വചനങ്ങൾ നിയമാവർത്തനം 28:1-14, ഉൽപ്പത്തി 12:1-3, 7 അനുഗ്രഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവിടെ. അപ്പോൾ ഇതിലെ അനുഗ്രഹം 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 നിങ്ങൾ പ്രാർത്ഥിക്കേ. അനുഗ്രഹം ഒരു ശീലമാക്കി മാറ്റുക. വിഷമിപ്പിക്കുന്ന, നമുക്ക് പാരപണിത അല്ലെങ്കിൽ നമുക്കെതിരെ ദ്രോഹങ്ങൾ ചെയ്ത നശിച്ചു പോകുമെന്ന് പറഞ്ഞവരെ കണ്ടിട്ട് അനുഗ്രഹിച്ചൊന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ആത്മീയ സ്വാതന്ത്ര്യം, ദൈവം തന്ന അനുഗ്രഹങ്ങൾ എല്ലാം അതിൻ്റെ എല്ലാം മറുമരുന്ന് ഞാൻ പറയാം. അനുഗ്രഹിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ എന്നും പറഞ്ഞിട്ട് ന്യായീകരിക്കാനല്ല, ബൈബിളിൽ വായിച്ച ഈ അനുഗ്രഹിക്കുന്ന സ്വഭാവം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ശീലിച്ചാൽ നമ്മുടെ ജീവിതം അടിമുടി മാറും. എന്തെല്ലാം വിപരീത അനുഭവം ഉണ്ടെങ്കിലും അത് ചേമ്പലപ്പുറത്ത് വെള്ളം വീഴുന്നത് പോലെ ഒഴുകി പോകും. നമ്മളതൊന്നും ഫലിക്കത്തില്ല. അനുഗ്രഹത്തിൽ നമുക്ക് മുങ്ങിക്കുളിക്കാം. കർത്താവായ യേശുവിൻ്റെ കൃപയും അനുഗ്രഹവും എല്ലാവരോടും ഉണ്ടാകട്ടെ. ഈ വചനം ശ്രവിക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുനാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുപൊട്ടട്ടെ. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിക്കുകയാണ്. സങ്കടങ്ങളും പ്രതിസന്ധിയും വിഷമവും അപകടവും മരണവും എല്ലാം ഉണ്ടാകാറുണ്ട്. പക്ഷേ എല്ലാറ്റിനും ഇടക്ക് ദൈവം തരുന്ന ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, ഒരു സുഷിതത്വം നല്ല രീതിയിൽ ആസ്വദിച്ച് അനുഭവിച്ചുകൊണ്ടാണ് ഈ 50 വയസ്സ് വരെ ജീവിക്കുന്നത്. ജോലി നഷ്ടപ്പെട്ട അവസരം ഉണ്ടായിട്ടുണ്ട്. എൻ്റെ മകളുടെ ഭർത്താവ് മരിച്ചുപോയി. എൻ്റെ അപ്പനും അമ്മയും, അപ്പൻ മരിച്ചുപോയി, അമ്മ മരിച്ചിട്ട് 6 വർഷമായി. പിന്നെ ഞാൻ എടുത്തുകൊണ്ടുവന്ന വളർത്തിക്കൊണ്ടുവന്ന എൻ്റെ ഇളയ പെങ്ങൾ 8 വയസ്സ് ഇളയതാണ്. ഏതാനും അമ്മ മരിക്കുന്നതിന് ഏതാനും നാൾ മുമ്പ് എൻ്റെ പെങ്ങളും മരിച്ചു. റോഡ് അപകടങ്ങൾ കാര്യമായിട്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. കാലിലൊക്കെ സ്റ്റീൽ കിടപ്പുണ്ട്. അപ്പോൾ വീടിൻ്റെ അകത്ത് അപകടം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് കുക്കർ പൊട്ടിത്തെറിക്ക് അങ്ങനെയൊക്കെയുള്ള. മോനൊരു പ്രാവശ്യം അണലിപ്പാമ്പിനും പോയി. ഭാഗ്യത്തിന് അണലിപ്പാമ്പ് കടിച്ചില്ല, മുയലിന് പുല്ല് പറിച്ചു കൊണ്ടുവന്നതാണ്. ഇങ്ങനത്തെ പല മരണത്തോട് മുഖാമുഖം കണ്ട പോരാടിയ അവസരങ്ങൾ ഒറ്റക്കും അല്ലാതെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല അപകടങ്ങളിൽ നിന്ന് നിസ്സാരമായിട്ട് ദൈവം രക്ഷപ്പെടുത്തിയ അവസ്ഥകളുണ്ടായിരുന്നു. അടുത്തെങ്ങും എൻ്റെ തല പൊക്കൂല, അടുത്തെങ്ങും കാല് കുത്താൻ പറ്റില്ല. കാൽവേനിയം കോട, കാലിൻ്റെ മെയിൻ സ്ഥലം, ആ ജോയിൻ്റ് ആംഗിൾ വരുന്ന സ്ഥലത്താണ് ഒടിഞ്ഞു പറഞ്ഞു പോയത്. പക്ഷേ 3 മാസം തികയുന്നതിന് മുമ്പ് 3 മാസത്തിന് ഒരാഴ്ച ഉള്ളപ്പോൾ തന്നെ കർത്താവ് ഓടിച്ചു. കാണാൻ വന്നവരെല്ലാം പറഞ്ഞു, ഇത് ഇനി എങ്ങനെ സുവിശേഷ വേല ചെയ്യും, അയ്യോ പാവം കിടപ്പ് കണ്ടില്ലേ. പക്ഷെ ആ സമയത്ത് ഞാൻ എൻ്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരുന്നു. വികാരിയച്ചൻ വരെയും ചോദിച്ചു, എന്തിനാടോ പാവത്തിന് ഭാര്യയുടെ പുറകിൽ സ്കൂട്ടറുമേ കയറി കുർബാനക്ക് പോകുമായിരുന്നു, ഇതെല്ലാം മാറിയിട്ട് വന്നാൽ പോരെ, ദൈവത്തിന് അറിയാമെന്ന് പറയും. പക്ഷേ ദൈവമായിട്ടുള്ള ഒരു ബന്ധം എല്ലാ പ്രതിസന്ധിയിലും ആ സമയത്തൊക്കെ പ്രാർത്ഥിച്ചത്, കൈവച്ചതും പ്രാർത്ഥിച്ച് വിട്ടതും പറഞ്ഞു വിട്ടതൊക്കെ കൗൺസിൽ ചെയ്തൊക്കെ ഭയങ്കര അത്ഭുതങ്ങളായിരുന്നു. ഞാൻ മൈക്കും പിടിച്ച് പലതവണ അല്ലാത്ത സമയത്ത് പ്രസംഗിച്ചതിനേക്കാൾ മണിക്കൂറുകൾ, അന്ന് യൂട്യൂബ് ശുശ്രൂഷയൊന്നുമില്ല, അതിനേക്കാൾ കൂടുതൽ എന്നെ ചുമന്നു കൊണ്ടുപോയി അവിടെ എത്തിക്കും, എടുത്തുകൊണ്ടുപോയി എത്തിക്കും. അവിടെ ഇരുന്നിട്ട് ആ രീതിയിൽ സുവിശേഷം എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് പോകും. ആ സമയത്തിരുന്ന് വചനം പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് നിൽക്കാൻ പോലും. അപ്പോൾ സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും ദൈവത്തിൻ്റെ വചനത്തിൽ ജീവിക്കുക, അനുഗ്രഹിക്കുക, ആരെയും വെറുക്കരുത്. അനുഗ്രഹിച്ച് നമ്മളെ തന്നെ, ചിലർ അവനവനോട് തന്നെ വെറുപ്പാണ്, നമ്മുടെ തലയിൽ കൈവച്ച് നമ്മളെ തന്നെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ വീടിനെ വന്ന് അനുഗ്രഹിച്ച് ചിലർക്ക് സ്ഥലം കൊള്ളൂല,
കോമ്പൗണ്ട് കൊള്ളൂല, പറമ്പ് കൊള്ളൂല, അങ്ങനെ പറഞ്ഞാൽ ഈ ഭൂമിയുടെ അറ്റം വരെ ഓടിയാലും എല്ലാം കൊള്ളൂലാത്തതായി തീരും. ഉള്ളതിനെ നട്ടണം സ്വർഗമാക്കി മാറ്റി. ഒന്ന് അനുഗ്രഹിക്കുക, ആ മണ്ണിനെ അനുഗ്രഹിക്കുക, ആ അവകാശത്തെ അനുഗ്രഹിക്കുക. തന്നത് അനുഭവിക്കാൻ പറ്റില്ല, ഇനി കിട്ടാത്തത് പോരെന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കിട്ടാത്തതും പറഞ്ഞിരിക്കാതെ കിട്ടിയതിനെ അനുഗ്രഹിക്കുക. ചുറ്റും നിനക്കെതിരെ നിൽക്കുന്നവർ, നിന്നെ കഷ്ടപ്പെടുന്ന അയൽവാസിയോ ബന്ധുവോ, അവരെ അനുഗ്രഹിച്ച്, കാരണം അവർക്ക് നിൻ്റെ പ്രാർത്ഥന അനുഗ്രഹം ആവശ്യമുണ്ട്. അവരിൽ പരിശുദ്ധാത്മാവ് നിറയാൻ നിന്നിലൂടെ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒന്ന് ചിന്തിച്ച് വീടിൻ്റെ അകത്തെ പുകച്ചിൽ കഷ്ടപ്പെടുന്നവർ, അവരെ അനുഗ്രഹിച്ച് നിൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ പ്രാർത്ഥന അനുഗ്രഹം ദൈവം ആഗ്രഹിക്കും. ചിലപ്പോൾ ഒത്തിരി നാൾ തന്നെ പ്രാർത്ഥിക്കേണ്ടി വന്നേക്കാം, പ്രതികൂല സാഹചര്യം. അങ്ങനെ അനുഗ്രഹിച്ച് 1 Petrus 3:9 തിന്മയ്ക്ക് നിന്ന് പകരം കൊടുക്കാതെ അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണല്ലോ. ഈ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കമൻസിൽ ഇതിലൊക്കെ അയക്കണം. പിന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സാധിക്കുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലെയുള്ള വീഡിയോകൾ ദൈവം നിങ്ങൾക്ക് കാണാനായിട്ട് ഇടവരുത്തും. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാം പ്രാർത്ഥനയിൽ ഐക്യത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിനും കൂട്ടായ്മയ്ക്കും സെൻറ്റ് മേരീസ് പേർഷ്യയുടെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനകളിലും പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.